ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഗൈഡിമോപ്പസിന് എഴുതിയിട്ടുള്ള എ പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ് കേട്ടോ. ആദ്യമേ പറയാം, ഇത് നമ്മൾ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്കൊരു ഷോർട്ട് സമറിയുടെ വീഡിയോ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് കാണാവുന്നതാണ്. മക്കളെ, ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങളിത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു സ്റ്റോറിയാണ്. നമ്മുടെ പബ്ലിക് എക്സാംസിന്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്വാർട്ടർലി, ഒരു ഹാഫ് ഇയർലി എക്സാമിനൊക്കെ ഏകദേശം ഒരു 10 മാർക്കിൽ 15 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ കൂടിയാണ് എ പീസ് ഓഫ് സ്ട്രിങ് എന്നുള്ളത്. ക്യാരറ്റ് സ്കെച്ച്, ഡയറി പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. ലൈൻ ബൈ ലൈനുള്ള ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് മാറുക. അതല്ല സമറി മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സും കാണാവുന്നതാണ്. ഓക്കെ, നമ്മുടെ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ റൈറ്ററെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ വർക്ക് എഴുതിയിട്ടുള്ളത് ഗൈഡിമോപ്പസൻ എന്ന് പറയുന്ന ഫ്രഞ്ച് റൈറ്ററാണ്. അദ്ദേഹം ഷോർട്ട് സ്റ്റോറീസിൻ്റെ ഒരു മാസ്റ്റർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം ഷോർട്ട് സ്റ്റോറീസൊക്കെ എഴുതിയിട്ടുള്ളത്. ഏകദേശം 300 ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്, 6 നോവൽസ്, 3 ട്രാവൽ ബുക്സ്, അങ്ങനെ ഒരുപാട് ബുക്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. പാഠത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പ്രധാനമായിട്ടും 2 കാര്യമാണ് പറയുന്നത്. ഒന്ന്, നമ്മുടെ ഈ പാഠത്തിലെ ഹീറോ എന്ന് പറയുന്നത് ഹോഷക്കോം അല്ലെങ്കിൽ ഹോഷക്കം, 2 രൂപത്തിൽ പ്രൊനൗൺസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ളത്. പക്ഷേ ആക്ച്വൽ ടെക്സ്റ്റ് ബുക്ക്, ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഗൈഡിമോപ്പസിന് എഴുതിയ വർക്ക്സിൽ ഹോഷക്കോൺ എന്നാണ് പേരുള്ളത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഇൻഫോർമേഷനായി തന്നു എന്ന് മാത്രം. ചാപ്റ്ററിലേക്ക് കിടക്കാം. എന്താണ് പറയുന്നത്? along all the roads around Goderville, the peasants and their wives were coming to the town. ഗോദർവില്ലയുടെ ചുറ്റുമുള്ള എല്ലാ റോഡിലൂടെയും പെസൻസ്, കർഷകരും അവരുടെ ഭാര്യമാരും ടൗണിലേക്ക് വരുന്നുണ്ടായിരുന്നു. ബിക്കോസ് കാരണം എന്താ? ഇറ്റ് വാസ് മാർക്കറ്റ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ചന്തയൊക്കെ നടക്കുന്ന ദിവസം, അതിനെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത് ചന്ത ദിവസം ആയതുകൊണ്ട് തന്നെ ഗോദർവില്ലയിലേക്കുള്ള എല്ലാ റോഡുകളിലൂടെയും പെസൻസ്, കർഷകരും അവരുടെ വൈഫ്സ്, ഭാര്യമാരും അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. സം ലെഡ് എ കൗ ഓർ എ കാഫ് ബൈ എ കോഡ്. കാഫ് എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി എന്നൊക്കെ പറയാം. കോഡ് എന്ന് പറഞ്ഞാൽ കയർ എന്നാണ് മീനിങ്. കയർ എന്നാണ് മീനിങ് കേട്ടോ. ചില ആളുകൾ കയറും പിടിച്ചിട്ട് പശുവിനെയും പശുക്കുട്ടിനെയും കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ദയർ വൈവ്സ്, അവരുടെ ഭാര്യമാർ വാക്കിംഗ് ബിഹൈൻഡ് ദ അനിമൽ, ആ അനിമലിൻ്റെ പിറകിലാണ് നടക്കുന്നത്. ഹസ്ബൻഡ് മുന്നിൽ ആ പശുവിനെയും അല്ലെങ്കിൽ പശുക്കുട്ടിയൊക്കെ കയറും പിടിച്ച് നടക്കുന്നുണ്ട്. തൊട്ട് പിന്നാലെ അവരുടെ ഭാര്യമാർ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് നടക്കുന്നത്? വിപ്റ്റ് ഇറ്റ്, അതിനെ അടിക്കുന്നു. വിത്ത് എ ലീഫി ബ്രാഞ്ച്, ഇലകളൊക്കെയുള്ള ഒരു കൊമ്പ് കൊണ്ട്, ഒരു ചില്ല കൊണ്ട് അല്ലെങ്കിൽ ഒരു വടി കൊണ്ട് ആ പശുക്കളെ, ആ കന്നുകാലികൾ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ടു ഹേസ്റ്റൻ ഇറ്റ്സ് പ്രോഗ്രസ്, ടു ഹേസ്റ്റൻ, ടു മേക്ക് ഫാസ്റ്റ്, അതിൻ്റെ പ്രോഗ്രസ്, അതിൻ്റെ മുന്നോട്ടുള്ള നടത്തം വേഗത്തിലാക്കാൻ പിറകിൽ നിന്ന് ഭാര്യമാരിങ്ങനെ ആ കന്നുകാലികളെ അടിക്കുന്നുണ്ട്. കന്നുകാലികളെ മേച്ച് നടക്കുക എന്നൊക്കെ പറയാറില്ലേ, അതേപോലെ തന്നെ ഹസ്ബൻഡ് മുന്നിൽ കയർ പിടിച്ച് നടക്കുന്നു. തൊട്ട് പിന്നിൽ ഭാര്യമാർ ആ ചെറിയ വടി കൊണ്ട്, ഇലകളൊക്കെ ചെറിയ ചില്ല കൊണ്ട് ഇങ്ങനെ മെല്ലെ 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 ആട്ടിത്തൊലിച്ച് അല്ലേ, മെല്ലെ 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 എന്താകുന്നുണ്ട്, അതിനെങ്ങനെ മുന്നോട്ട് അടിച്ച് കൊണ്ട് നടക്കുന്നുണ്ട്. ഇൻ ദ പബ്ലിക് സ്ക്വയർ ഓഫ് ഗോദർവില്ലയിലെ പബ്ലിക് സ്ക്വയറിൽ ദർ വാസ് എ ക്രൗഡ്, അവിടെ ഒരു ആൾക്കൂട്ടുണ്ട്. എ ത്രോങ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് അനിമൽസ്, മനുഷ്യരുടെയും അനിമൽസിൻ്റെയൊക്കെ ഒരു ബഹളം, ഭയങ്കര തിക്കും തിരക്കൊക്കെ ആ അങ്ങാടിയിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള അങ്ങാടിയിലേക്ക് ഹോഷക്കം ഹാഡ് ജസ്റ്റ് അറൈവ്ഡ് അറ്റ് ഗോദർവില്ലെ, നമ്മുടെ ഹോഷക്കം ജസ്റ്റ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അറൈവ്ഡ് അറ്റ് ഗോദർവില്ലെ, നമ്മുടെ ക്യാരക്ടർ ജസ്റ്റ് അവിടെ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഹി വാസ് വാക്കിംഗ് ടുവാർഡ്സ് ദ പബ്ലിക് സ്ക്വയർ, എന്നിട്ട് നേരെ അതിന് പബ്ലിക് സ്ക്വയറിലോട്ട് നടന്നു. ദെൻ ഹി സോ എ ലിറ്റിൽ പീസ് ഓഫ് സ്ട്രിങ് ഓൺ ദ ഗ്രൗണ്ട്. അങ്ങനെ അയാൾ ഗ്രൗണ്ടിൽ ചെറിയ ഒരു പീസ് ഓഫ് സ്ട്രിങ്, ഒരു കയറിൻ്റെ കഷ്ണം കാണുന്നു. സ്ട്രിങ് മീൻസ് കയറാണ് കേട്ടോ, കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന കയറിനാണ്, റോപ്പിനാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അയാളൊരു ചെറിയ കയറിൻ്റെ കഷ്ണം കാണുന്നു. ഹി തോട്ട്, അപ്പം ഇങ്ങനെ ചിന്തിച്ചു, ദാറ്റ് എവറിത്തിങ് യൂസ്ഫുൾ ഓട്ട് ടു ബി പിക്ഡ് അപ്പ്, ഉപകാരപ്പെടുന്ന എല്ലാ വസ്തുക്കളും തീർച്ചയായിട്ടും എടുത്തു വെക്കണം എന്ന് അദ്ദേഹം ചിന്തിച്ചു. He took the bit of thin
കോഡ് എന്ന് പറഞ്ഞാലും റോപ്പ്, കയറ് എന്നുള്ള മീനിങ് തന്നെ കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആ ചെറിയ ആ മെലിഞ്ഞ കയറിൻ്റെ കഷ്ണം അദ്ദേഹം ഗ്രൗണ്ടിൽ നിന്നും എടുത്തു. ആൻഡ് ബിഗാൻ ടു റോൾ ഇറ്റ് കെയർഫുള്ളി. അയാൾ വളരെ ശ്രദ്ധയോടെ ആരംഭിച്ചു അതിങ്ങനെ റോള് ചെയ്യാൻ, അങ്ങനെ ചുറ്റി വെക്കാൻ ആരംഭിച്ചു. ദെൻ ഹി നോട്ടീസ് മാലൻറ്റൈൻ. അപ്പോഴാണ് അദ്ദേഹം മാലൻറ്റൈനെ ശ്രദ്ധിച്ചത്. ഓൺ ദ ത്രഷോൾഡ് ഓഫ് ഹിസ് ഡോർ. അദ്ദേഹം തൻ്റെ വാതിലിൻ്റെ ത്രഷോൾഡിൽ, ഉമ്മറപ്പടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാതിലിൻ്റെ താഴെ നിങ്ങൾ കാണാറില്ലേ, ഒരു ചെറിയ മരത്തിൻ്റെ പീസ് കാണാറില്ലേ, അതിനൊക്കെ നമുക്ക് ത്രഷോൾഡ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, അദ്ദേഹം ആ വാതിലിൻ്റെ ഉമ്മറപ്പടിയിൽ ഇരുന്ന് ഇങ്ങനെ നമ്മുടെ ഹോഷക്കിനെ നോക്കുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ എന്തായിരുന്നു? അല്പം അസ്വസ്ഥതയിലായിരുന്നു, ചെറിയ ശത്രുതയിലായിരുന്നു. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ശത്രുതയിലായിരുന്നു. ഹോഷക്കം was seized with shame to be seen thus by his enemy. അപ്പോൾ ഇത് തൻ്റെ എനിമി കണ്ടപ്പോൾ ഹോഷക്കം വളരെയധികം നാണം കെട്ടു. അയാൾ വളരെയധികം എന്തായി, ഒരുമാതിരി നാണം കെട്ടൊരവസ്ഥയിലായി. സോ ഹി കൺസീൽഡ്. അയാൾ എന്താണ്? ഒളിപ്പിച്ചു വെച്ചു. ഹിസ് ഫൈൻ ക്യുക്കിലി ഇൻ ഹിസ് ട്രൗസേഴ്സ് പോക്കറ്റ്. അദ്ദേഹത്തിൻ്റെ ട്രൗസേഴ്സ് മീൻസ് പാൻസ് ആണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ പെട്ടെന്ന് തന്നെ ആ കയറിൻ്റെ ആ കണ്ടെത്തിയ വസ്തു ഒളിപ്പിച്ചു വെച്ചു. ഹി പ്രിറ്റൻഡ് മീൻസ് അഭിനയിച്ചു. ഹി പ്രിറ്റൻഡഡ് ടു ബി ലുക്കിംഗ് ഓൺ ദ ഗ്രൗണ്ട് ഫോർ സംതിങ് എൽസ്. മറ്റെന്തൊക്കെയോ ഗ്രൗണ്ടിൽ നിന്ന് നോക്കുന്ന പോലെ അദ്ദേഹം അഭിനയിച്ചു. ദെൻ ഹി വെൻറ്റ് ടുവാർഡ്സ് ദ മാർക്കറ്റ്. എന്നിട്ട് നേരെ അദ്ദേഹം മാർക്കറ്റിലേക്ക് പോയി. ഹി വാസ് സൂൺ ലോസ്റ്റ് ഇൻ ദ നോയ്സി ക്രൗഡ്. പെട്ടെന്ന് തന്നെ ആ ആൾക്കൂട്ടത്തിനിടയിൽ അയാൾക്ക് നഷ്ടപ്പെട്ടു. മീൻസ് അയാൾ എന്താണ്, ആ ആളുകളിൽ നിന്നൊക്കെ മെല്ലെ മെല്ലെ മാറി നടന്നു. സൂൺ ദ സ്ക്വയർ വാസ് ഡെസേർട്ടഡ്. പെട്ടെന്ന് തന്നെ ആ സ്ക്വയർ, ആ തിരക്കുള്ള ആ പബ്ലിക് സ്ക്വയർ ഡെസേർട്ടഡ്, ശൂന്യമായി, വിജനമായി, ആളുകളൊക്കെ പോയിട്ട് ആ സ്ഥലം ഡെസേർട്ടഡായി ഇങ്ങനെ കിടന്നു. അറ്റ് ദ ടാവേൺ, നമ്മുടെ ടാവേൺ എന്ന് പറഞ്ഞാൽ മദ്യഷോപ്പ് എന്നുള്ള മീനിങ് വെച്ചാൽ മതി. സത്രം, ഇൻ എന്നൊക്കെയാണ് അതിന് ശരിക്കുള്ള മീനിങ്. നിങ്ങൾ ജസ്റ്റ് ഷോപ്പ് എന്ന് വെച്ചാൽ മതി കേട്ടോ. അറ്റ് ദ ടാവേൺ, ആ കല്ല് ഷോപ്പിൽ, ദ ഗ്രേറ്റ് ഹാൾ വാസ് ഫുൾ ഓഫ് പീപ്പിൾ ഈറ്റിംഗ്. ആ ഹാൾ നിറയെ ആളുകൾ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആൻഡ് അപ്പറ്റൈസിങ് ഓർഡർ, നല്ല കൊതിയൂറുന്ന ഓർഡർ, സ്മെല്ല് ഓഫ് റോസ്റ്റ് മീറ്റ്, അങ്ങനെ മാംസം ഇങ്ങനെ വേവിക്കുന്നതിൻ്റെ നല്ല കൊതിയൂറുന്ന ആ സ്മെല്ല് ഉയർന്നു വന്നു ഫ്രം ദ ഹെർത്ത് എന്ന് പറഞ്ഞാൽ അടുപ്പ് എന്നുള്ള മീനിങ് വെച്ചാൽ മതി. സോ അടുപ്പത്ത് നിന്ന് ആ ബീഫിൻ്റെ മീൻസ് ആ മാംസം ഇങ്ങനെ ആ വേകുന്ന ആ റോസ്റ്റ് ചെയ്യുന്ന സ്മെല്ല് ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. വിച്ച് മേഡ് എവറിബഡീസ് മൗത്ത് വാട്ടർ. അത് എല്ലാവരുടെയും വായിൽ വെള്ളം നിറച്ചു. ദ ഡിഷസ് were passed. അങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ പാസ് ചെയ്ത് പോയി. ആൻഡ് എംപ്റ്റി, അതെല്ലാം ശൂന്യമായി. ആളുകൾ പെട്ടെന്ന് തന്നെ എന്താവുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. ആസ് ദ ജഗ്സ് ഓഫ് സൈഡർ എന്ന് പറഞ്ഞാൽ ആപ്പിളിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു തരം മദ്യമാണ് സൈഡർ എന്ന് പറയുന്നത്. വേണമെങ്കിൽ വാറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മീനിങ് വെക്കാം കേട്ടോ. ഓക്കെ, സോ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് സൈഡർ. അത് ശരിക്കും വൈന് പോലെയല്ല, മീൻസ് മദ്യമൊന്നുമല്ല, നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് കിട്ടും. ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് ഒരു ആൽക്കഹോളിക് ഡ്രിങ്ക് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ സൈഡറിൻ്റെ ജഗ്സ്, മദ്യത്തിൻ്റെ ഒക്കെ ജഗ്ഗുകൾ വരെ അവിടെ എന്താവുന്നുണ്ട്, എംറ്റി ആവുന്നുണ്ട്. ദ പെസൻസ് ഡിസ്കസ്ഡ് ദ ക്രോപ്സ്. അങ്ങനെ കർഷകർ ക്രോപ്സ്, അവരുടെ വിളകളെക്കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ പർച്ചേസസ്, അവരുടെ ആ സാധനം വാങ്ങിയതിനെക്കുറിച്ച്. ആൻഡ് സെയിൽസ്, കച്ചവടത്തെക്കുറിച്ചൊക്കെ അവരെന്താവുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ദ വെദർ വാസ് ഫേവറബിൾ ഫോർ ദ ഗ്രീൻ തിങ്സ്. പച്ചക്കറികൾക്കൊക്കെ വളരെ ഫേവറബിളായ, അനുയോജ്യമായ വെതർ, കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് നോട്ട് ഫോർ ദ വീറ്റ്. പക്ഷെ ഗോതമ്പിനൊന്നും അനുയോജ്യമായിരുന്നില്ല. സഡൻലി, പെട്ടെന്ന് തന്നെ, ദ ഡ്രം ബീറ്റ് ഇൻ ദ കോർട്ട് യാർഡ് ഔട്ട്സൈഡ് ദ ടാവേൺ. ആ ടാവേണിന് പുറത്തുള്ള കോർട്ട് യാർഡ്, മുറ്റത്ത് ഒരു ഡ്രം ബീറ്റ്, ഒരു ചെണ്ട കൊട്ടുന്ന സൗണ്ട് കേട്ടു. അല്ലെ, പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ വിളംബരമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെണ്ട കൊട്ടിയിട്ടാണ് വിളംബരം ഉണ്ടാവുക അല്ലേ. അതുപോലെയുള്ളൊരു സൗണ്ട് അവർ കേട്ടു. എവ്രിബഡി റോസ്, എല്ലാവരും എണീറ്റു. എക്സെപ്റ്റ് എ ഫ്യൂ, കുറച്ച് ആളുകൾ ഒഴികെ എല്ലാവരും എണീറ്റു.
and ran to the door or to the windows, their mouths still full. Their mouths still full. അവരുടെ വായ അപ്പോഴും ഫുള്ളായിരുന്നു. അങ്ങനെ കഴിച്ച ഭക്ഷണം ഇറക്കുക പോലും ചെയ്യാതെ എല്ലാവരും വാതിലിൻ്റെയും ജനവാതിലുകളുടെയും അടുത്തേക്ക് ഓടിപ്പോയി. After the public crier had ceased his drum beating, he called out in a jerky voice. അങ്ങനെ അയാൾ ഡ്രം ബീറ്റിങ്ങിൽ ആളുകളുടെ സൗണ്ടൊക്കെ ഒന്ന് ഇല്ലാതായപ്പോൾ, ആളുകളുടെ ശബ്ദമൊക്കെ ഇല്ലാതായപ്പോൾ അയാൾ ഉറക്കെ ഒരു സ്ട്രേഞ്ച് ആയ ശബ്ദത്തിൽ ഉറക്കെ വിളിച്ചു പറയാണ്. എന്താ വിളിച്ചു പറയുന്നത്? This is hereby made known to the inhabitants of ഗോദരവില്ല. ഗോദരവില്ലയിലെ ഇൻഹാബിറ്റൻസ്, താമസക്കാരെ എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. And to all persons present at the market, ഈ മാർക്കറ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ള എല്ലാ ആളുകളെയും അറിയിച്ചു കൊള്ളുന്നു. എന്താണ് അറിയിക്കുന്നത്? There was lost this morning on the road. ഇന്ന് രാവിലെ ഈ റോഡിൽ ഒരു സാധനം നഷ്ടപ്പെട്ടിരുന്നു. Between 9 and 10 o'clock, രാവിലെ 9 മണിയുടെയും 10 മണിയുടെയും ഇടയിൽ ഒരു വസ്തു റോഡിൽ നഷ്ടപ്പെട്ടിരുന്നു. എന്താണ് വസ്തു? എ ബ്ലാക്ക് ലെതർ പോക്കറ്റ് ബുക്ക് containing 500 francs and some business papers. കുറച്ച് ബിസിനസ് പേപ്പറും 500 ഫ്രാങ്ക്സ്. ഫ്രാങ്ക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ നാട്ടിലെ നാണയമാണ് കേട്ടോ. നമ്മൾ രൂപ, ഡോളർ, റിയാൽ എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ നാട്ടിലെ നാണയമാണ് ഫ്രാങ്ക്സ് എന്ന് പറയുന്നത്. സോ 500 ഫ്രാങ്ക്സും കുറച്ച് ബിസിനസ് പേപ്പേഴ്സൊക്കെയുള്ള ഒരു ബ്ലാക്ക് ലെതർ പോക്കറ്റ് ബുക്ക്. പോക്കറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ സിംപ്ലി പേഴ്സ് അല്ലെങ്കിൽ വാലറ്റാണ് പോക്കറ്റ് ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. സോ 500 ഫ്രാങ്ക്സ് ഉള്ള ഒരു പോക്കറ്റ് ബുക്ക് ഇന്ന് രാവിലെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. The finder is requested to return the same with all haste to the mayor's office. കണ്ടെത്തുന്ന ആൾ, ഫൈൻഡർ കണ്ടെത്തുന്ന ആൾ ഹേസ്റ്റ് എത്രയും പെട്ടെന്ന് സെയിം അതുപോലെ മേയറുടെ ഓഫീസിൽ തിരിച്ചേൽപ്പിക്കണം. There will be 20 francs reward. കണ്ടെത്തുന്ന ആൾക്ക് 20 ഫ്രാങ്ക്സ് റിവാർഡ് ഉണ്ടായിരിക്കും എന്നായിരുന്നു അനൗൺസ് ചെയ്തത്. Then the man went away. പിന്നീട് ആ മനുഷ്യൻ അവിടുന്ന് പോയി. The peasants began to talk of this event. ആളുകൾ ഈ സംഭവത്തെക്കുറിച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങി. They discussed the chance of finding or not finding the pocket book. അവർ ആ പോക്കറ്റ് ബുക്ക് കിട്ടാനുള്ള സാധ്യത, കിട്ടാതിരിക്കാനുള്ള സാധ്യത ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. They were finishing their coffee. അവരിങ്ങനെ കോഫി ഫിനിഷ് ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു. When a chief of the gendarmes appeared. gendarmes എന്നാണ് വായിക്കേണ്ടത്. gendarmes എന്ന് പറഞ്ഞാൽ ആംഡ് പോലീസ് ഫോഴ്സിനെയാണ് കേട്ടോ. ഫ്രാൻസിലുള്ള ആംഡ് പോലീസ് ഫോഴ്സിനെയാണ് gendarmes എന്ന് പറയുന്നത്. സോ gendarmesൻ്റെ ചീഫ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവർ കുടിച്ച് കഴിയുമ്പോഴേക്കും അവിടെ ഒരു gendarmesൻ്റെ ചീഫ് എന്താവുന്നു, അവിടെ പ്രത്യക്ഷപ്പെടുന്നു. gendarmes എന്നുള്ള വാക്ക് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ഹി എൻക്വയർഡ്, അങ്ങനെ വന്ന ആ പോലീസുകാരെ അന്വേഷിച്ചു. ഈസ് മിസ്റ്റർ ഹോഷക്കം ഹിയോ, ഇവിടെ ഹോഷക്കം ഉണ്ടോ എന്ന് ചോദിച്ചു. ഹോഷക്കം സീറ്റഡ് അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ ടേബിൾ റിപ്ലൈഡ്. ആ ടേബിളിൻ്റെ മറുവശത്തിരുന്നിരുന്ന നമ്മുടെ ഹോഷക്കം മറുപടി പറയാണ്, ഹിയർ ഐ ആം, ഞാനിവിടെയുണ്ട്. ആൻഡ് ദ ഓഫീസർ റെസ്യൂംഡ്. അപ്പോൾ ഓഫീസർ തുടർന്നു, മിസ്റ്റർ ഹോഷക്കം വിൽ യു പ്ലീസ് അക്കംപനി മീ ടു ദ മേയേഴ്സ് ഓഫീസ്. നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ കൂടെ മേയറുടെ ഓഫീസിലേക്ക് വരുമോ? അക്കംപനി മീൻസ് കൂടെ വരിക. നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ കൂടെ മേയറുടെ ഓഫീസിലേക്ക് വരുമോ? ദ മേയർ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു. മേയർക്ക് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. മേയർക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. സോ നിങ്ങൾ എൻ്റെ കൂടെ വരുമോ? The person surprised. നമ്മുടെ കർഷകർ, നമ്മുടെ ഹോഷക്കം ആകെ അത്ഭുതപ്പെട്ടു. ആൻഡ് ഡിസ്റ്റർബ്ഡ്, അല്പം അസ്വസ്ഥമായി. എന്നിട്ട് സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? യാത്ര ആരംഭിച്ചു. സ്റ്റാർട്ട് ചെയ്യുക ജേൺ എക്സാമിന് വരുന്ന ഒരു ഫ്രേസൽ വെർബാണ് കേട്ടോ. ആൻഡ് സെറ്റ് ഔട്ട്, അയാൾ യാത്ര ആരംഭിച്ചു. റിപ്പീറ്റിംഗ് ഹിയർ ഐ ആം, ഹിയർ ഐ ആം, ഞാനിവിടെയുണ്ടെന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഹോഷക്കം അയാളുടെ കൂടെ പോയി. പോകുന്ന സമയത്ത് എന്താ കണ്ടത്? The mayor was awaiting him seated on an arm chair. ഒരു ആം ചെയർ, നമ്മൾ കൈയൊക്കെ വെക്കാൻ പറ്റുന്ന
കയ്യിൻ്റെ പിടുത്തമൊക്കെയുള്ള ചെയറുണ്ടല്ലോ, അങ്ങനെയുള്ള ചെയറിൽ നമ്മുടെ മേയർ അവനെ കാത്തിരിക്കുകയായിരുന്നു. ഹി വാസ് എ സ്റ്റൗട്ട്, അയാൾ നല്ല ആരോഗ്യവാനായ നല്ല തടിച്ചു കൊഴുത്തൊരു മനുഷ്യനായിരുന്നു. സീരിയസ് മാൻ ഹു സ്പോക്ക് ഇൻ പോംബസ് ഫ്രൈസസ്, അയാൾ അല്പം പൊങ്ങച്ചത്തോടെ, അവിടെ പോംബസ് മീൻസ് കുറച്ച് ഗ്രാൻഡായിട്ട്, കുറച്ച് ഗാംഭീര്യത്തോട് കൂടിയിട്ട്, അയാൾ ഗൗരവത്തോട് കൂടിയിട്ട് ഇയാളോട് സംസാരിച്ചു. മിസ്റ്റർ ഹോഷക്കം said he, you were seen this morning to pick up on the road the lost pocket book. വന്ന ഉടനെ തന്നെ പറയാണ്, മിസ്റ്റർ ഹോഷക്കം, യു were seen, നിങ്ങളെ കാണപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളെ കണ്ടിട്ടുണ്ട്, this morning to pick up on the road the lost pocket book. ഇന്ന് രാവിലെ ആ റോഡിൽ നിന്ന് നിങ്ങൾ പോക്കറ്റ് ബുക്ക് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്, കാണാതായ പോക്കറ്റ് ബുക്ക് നിങ്ങൾ റോഡിൽ നിന്ന് എടുക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് നമ്മുടെ മേയർ പെട്ടെന്ന് തന്നെ പറഞ്ഞു. കൺട്രിമാൻ വാസ് അസ്റ്റൗണ്ടഡ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ആ കൺട്രിമാൻ, ആ നാട്ടുകാരുണ്ടല്ലോ, ഹോഷക്കമുണ്ടല്ലോ, അദ്ദേഹം ആകെ അസ്റ്റൗണ്ടഡ്, അമ്പരന്നു. ഹി ലുക്ക്ഡ് അറ്റ് ദ മേയർ. എന്നിട്ട് അദ്ദേഹം മേയറെ ഒന്ന് നോക്കി. ഹി വാസ് terrified by the suspicion resting on him. അവൻ്റെ മേലെ ഈ സസ്പീഷ്യൻ, ഈ സംശയം വെച്ചപ്പോൾ he was terrified, അയാൾ ആകെ അമ്പരുന്നു. മേയർ തന്നെയാണ് സംശയിക്കുന്നത് കേട്ടപ്പോൾ അയാൾ ആകെ അമ്പരുന്നു, പേടിച്ചു പോയി. ടെറിഫൈഡ് മീൻസ് പേടിച്ചു പോയി. മീ പിക്ക് അപ്പ് ദ പോക്കറ്റ് ബുക്ക്. ഞാനാണോ പോക്കറ്റ് ബുക്ക് എടുത്തത്? യെസ്, യു യുവർസെൽഫ്, നീ തന്നെയാണ് എടുത്തത്. വേർഡ് ഓഫ് ഓണർ, I never heard of it. അങ്ങനെ I never heard of it, ഞാൻ ഒരിക്കലും കേട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. But you were seen, പക്ഷെ നിന്നെ കണ്ടിട്ടുണ്ടല്ലോ. I was seen, എന്നെ കണ്ടു എന്നോ? Me, എന്നെയോ? Who says, ആരാ പറയുന്നത്? He saw me, അവൻ എന്നെ കണ്ടു എന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? മിസ്റ്റർ മാലൻഡേ, ദ ഹാർനസ് മേക്കർ. അപ്പോൾ നമ്മുടെ മേയർ പറയാണ്, മിസ്റ്റർ മാലൻഡേനാണ് കണ്ടത്, ദ ഹാർനസ് മേക്കർ. ഹാർനസ് എന്ന് പറഞ്ഞാൽ പടച്ചട്ട. നമ്മൾ ബാഹുബലി സിനിമയിൽ കണ്ടിട്ടില്ലേ, പട്ടാളക്കാർ അടുത്ത യോദ്ധാക്കന്മാർ യൂസ് ചെയ്യുന്ന ബുള്ളറ്റ് പ്രൂഫിനൊക്കെ പകരം യൂസ് ചെയ്യുന്ന ഇരുമ്പിൻ്റെ ഒരു ചട്ടക്കാണെന്ന് പറയാം, ഹാർനസ് എന്ന് പറയുക കേട്ടോ. പടച്ചട്ട എന്നാണ് മലയാളത്തിൽ പറയാറുള്ളത്. സോ നമ്മൾ ഹാർനസ് ഒക്കെ ഉണ്ടാക്കുന്ന മാലൻഡൈനാണ് ഇത് പറഞ്ഞത്. അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് മാലൻഡൈനും ഇയാളും തമ്മിൽ ശത്രുതയിലാണെന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആ മാലൻഡൈനാണ് മേയറോട് ഇങ്ങനൊരു കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദ ഓൾഡ് മാൻ റിമെമ്പേർഡ്, ആ വയസ്സായ മനുഷ്യൻ ഇങ്ങനെ ഓർത്തെടുത്തു. അണ്ടർസ്റ്റുഡ്, അദ്ദേഹത്തിന് മനസ്സിലായി. ആൻഡ് ഫ്ലഷ്ഡ് വിത്ത് ആങ്കർ, അയാൾക്ക് ദേഷ്യം ഇങ്ങനെ ഇരച്ചു കയറി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഹീ സോ മീ, അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ട്. ഹീ സോ മീ പിക്ക് അപ്പ് ദി സ്ട്രിങ് ഹിയർ യുവർ ഓണർ, ഞാനിതാ ഈ കയറിൻ്റെ കഷ്ണം എടുക്കുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ട്. ആൻഡ് റമേജിങ് ഇൻ ഹിസ് പോക്കറ്റ്, അയാൾ പെട്ടെന്ന് പോക്കറ്റ് തിരിഞ്ഞു. റമേജിങ് ഫാസ്റ്റായിട്ട് സെർച്ച് ചെയ്യുന്നതിനാണ് റമേജിങ് എന്ന് പറയുന്നത്. അദ്ദേഹം പെട്ടെന്ന് തന്നെ തൻ്റെ പോക്കറ്റ് തിരഞ്ഞു. ഹി ഡ്രീ ഔട്ട്, അദ്ദേഹം പുറത്തേക്കെടുത്തു. ദ ലിറ്റിൽ പീസ് ഓഫ് സ്ട്രിങ്, ആ ചെറിയ കയറിൻ്റെ കഷ്ണം അദ്ദേഹം പുറത്തേക്കെടുത്തു. ബട്ട് ദ മേയർ, പക്ഷെ നമ്മുടെ മേയർ ഇൻക്രെഡുലസ്, വിശ്വസിക്കാൻ കഴിയാതെ, ഷുക്ക് ഹിസ് ഹെഡ്, അയാൾ ഇങ്ങനെ നോ എന്നുള്ള രൂപത്തിൽ തലയാട്ടി. You will not make me believe, Mr. Hoshakam. Mr. Hoshakam, നിങ്ങൾ എന്നെ വിശ്വസിപ്പിക്കാൻ നിൽക്കണ്ട. ബിലീവ്, വിശ്വസിക്കുക. നിങ്ങൾ എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കേണ്ട. That Mr. Malendane, who is a man of worthy credence എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ആണ്. ഈ മാലൻഡൈൻ എന്ന് പറയുന്നത് വളരെ ട്രസ്റ്റ് വേർത്തി ആയിട്ടില്ല, വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വാസയോഗ്യനായ ഒരാളാണ്. മിസ്റ്റേക്ക് ദിസ് കോഡ് ഫോർ എ പോക്കറ്റ് ബുക്ക്, അയാൾ ഈ കയറ് കണ്ടിട്ട് ഒരിക്കലും നിങ്ങളെ തെറ്റിദ്ധരിക്കില്ല. ആഫ്റ്റർ പിക്കിംഗ് അപ്പ് ദ ഒബ്ജക്റ്റ്, നിങ്ങൾ ആ വസ്തു എടുത്തതിന് ശേഷം, യു സ്റ്റുഡ് ദർ, നിങ്ങളവിടെ നിന്നിട്ടുണ്ട്. ലുക്കിംഗ് എ ലോങ് വൈ, കുറേ സമയം നോക്കി നിന്നു. ഇൻ ദ മഡ്, ആ മഡിൽ നിങ്ങൾ കുറേ സമയം നോക്കി നിന്നിട്ടുണ്ട്. ടു സീ ഇഫ് എനി പീസ് ഓഫ് മണി ഹാഡ് ഫാലൻ ഔട്ട്, പൈസയുടെ എന്തെങ്കിലും പീസ് വീണ് പോയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ കുറേ സമയം അവിടെ നിന്നിട്ടുണ്ട്. The good old man choked with indignation and fear. ഇത് കേട്ടിട്ട് ആ വയസ്സനായ ആ നല്ല മനുഷ്യന് ദേഷ്യം കൊണ്ടും അതേപോലെ തന്നെ ഫിയർ, ഭയം കൊണ്ടും, ചോക്ഡ്, ശ്വാസം മുട്ടി. ഇൻഡിഗ്നേഷൻ മീൻസ് ആങ്കർ, ദേഷ്യം എന്നാണ് മീനിങ്.
ഹൗ ക്യാൻ എനിവൺ ടെൽ സച്ച് ലൈസ്, എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെയുള്ള ലൈസ് കള്ളം പറയാൻ കഴിയുക? ടു ടേക്ക് അവേ ആൻ ഓണസ്റ്റ് മാൻസ് റെപ്യൂട്ടേഷൻ, ഒരു സത്യസന്ധനായ ഒരു മനുഷ്യൻ്റെ റെപ്യൂട്ടേഷൻ, ഒരു സ്ഥാനം കളയാൻ, ഒരു നിലയും വിലയും കളയാൻ എങ്ങനെയാണ് ഒരാൾക്ക് സാധിക്കുന്നത്? There was no use in his protesting. അയാൾക്ക് മനസ്സിലാവാണ് ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ എതിർത്തുകൊണ്ട് യാതൊരുവിധ യൂസുമില്ല എന്ന് നമ്മുടെ ഹോഷകം തിരിച്ചറിയുന്നു. Nobody believed him. ആരും അയാളെ വിശ്വസിച്ചില്ല. He was confronted. Confront means എതിർക്കുക അല്ലെങ്കിൽ നേരിടുക എന്നാണ് മീനിങ്. He was confronted with Malendane. അയാൾ മാലൻഡൈനെ എതിർത്തുകൊണ്ടേയിരുന്നു. Who repeated and maintained his affirmation. അയാൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അയാളുടെ ആ അഫർമേഷൻ, തൻ്റെ ഉറപ്പ് ഇങ്ങനെ നിലനിർത്തി, എന്ന് വെച്ചാൽ താൻ പറയാൻ സത്യമാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അറ്റ് ഹിസ് ഓൺ റിക്വസ്റ്റ്, അയാൾ സ്വന്തം റിക്വസ്റ്റ് കൊണ്ട് ഹോഷക്കമിനെ തിരഞ്ഞു. നത്തിങ് വാസ് ഫൗണ്ട് ഓൺ ഹിം. പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹോഷകമിൻ്റെ ബോഡി മുഴുവൻ സെർച്ച് ചെയ്തു, പക്ഷെ ഒന്നും തന്നെ കണ്ടെത്താൻ പറ്റിയില്ല. ഫൈനലി, അവസാനം ദ മേയർ വെരി മച്ച് പെർപ്ലെക്സ്ഡ്, നമ്മുടെ മേയർ വളരെയധികം കൺഫ്യൂസ്ഡായി ഡിസ്ചാർജ് ഹിം, മൂപ്പര് പറഞ്ഞയച്ചു. അദ്ദേഹത്തെ എന്തായി അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞയച്ചു. ആസ് ഹി ലെഫ്റ്റ് മേയേഴ്സ് ഓഫീസ്, അങ്ങനെ മേയറുടെ ഓഫീസ് അയാൾ അവിടുന്ന് ഇറങ്ങിപ്പോരുന്ന സമയത്ത് ദ ഓൾഡ് മാൻ വാസ് സറൗണ്ടഡ് ആൻഡ് ക്വസ്റ്റ്യൻ ബൈ ദ വില്ലേജസ്. അപ്പോൾ ആ ഗ്രാമീണർ അയാളെ ചുറ്റും കൂടിയിട്ട് അയാൾ ചോദ്യം ചെയ്തു. He began to tell the story of the string. അയാൾ ആ കയറിൻ്റെ കഥ പറയാൻ തുടങ്ങി. No one believed him. പക്ഷെ ആരും അയാൾ വിശ്വസിച്ചില്ല. They laughed at him. അവരെല്ലാവരും അയാളെ കളിയാക്കി ചിരിച്ചു. He went along, stopping his friends, showing his pockets turned inside out to prove that he had nothing. അയാളിങ്ങനെ നടന്ന് തൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് അയാളുടെ പോക്കറ്റ് കാണിച്ചു കൊടുത്തു. തൻ്റെ പോക്കറ്റ് ഉള്ളു പുറത്താക്കിയിട്ട്, മീൻസ് തൻ്റെ പോക്കറ്റ് മുഴുവൻ തുറന്ന് കാണിച്ചിട്ട് അതിലൊന്നുമില്ല എന്ന് അയാൾ തൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചു കൊടുത്തു. They said, അവർ പറഞ്ഞു, ഓൾഡ് റാസ്കൽ ഗെറ്റ് ഔട്ട്, ഓൾഡ് റാസ്കൽ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഹോഷക്കമിനെ ആട്ടി ഓടിച്ചു. The next day, പിറ്റേ ദിവസം about 1 o'clock in the afternoon, ഉച്ചയ്ക്ക് ശേഷം 1 മണിക്ക് an employee in a shop returned the pocket book. ഒരു കടയിലെ ഒരു ജോലിക്കാരന് ആ പോക്കറ്റ് ബുക്ക് റിട്ടേൺ ചെയ്തു. The man claimed, ആ മനുഷ്യൻ അവകാശപ്പെട്ടു, to have found the object in the road. റോട്ടിൽ നിന്നാണ് സാധനം കണ്ടെത്തിയത് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. Not knowing how to read, എങ്ങനെ വായിക്കണമെന്നറിയാതെ, he had given it to his employer. അദ്ദേഹം അത് തൻ്റെ എംപ്ലോയർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. The news spread through the neighborhood. അങ്ങനെ ഈ വാർത്ത ചുറ്റും പരന്നു. ഹോഷകം വാസ് ഇൻഫോംഡ് ഓഫ് ഇറ്റ്. അങ്ങനെ ഹോഷകം എന്താണ് ഇതറിഞ്ഞു. He immediately began to recount his story with its happy climax. അയാൾ ആ ഹാപ്പി ക്ലൈമാക്സോട് കൂടിയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അത് പെട്ടെന്ന് തന്നെ തൻ്റെ കഥ ഇങ്ങനെ വീണ്ടും ആവർത്തിച്ച് പറയാൻ തുടങ്ങി. He was in triumph. അയാൾ വളരെ ഉത്സാഹത്തോടെ, വളരെ എനർജറ്റിക് ആയിരുന്നു. He talked of his adventure all day along. അയാൾ ആ ദിവസം മുഴുവനും അഡ്വഞ്ചറസ് ആയിട്ട് വളരെ റിസ്ക് എടുത്തിട്ട് ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞു. He told it on the highway. അയാൾ ഹൈവേയിൽ പറഞ്ഞു. To people who were passing by. ആ റോഡിലൂടെ കടന്നു പോകുന്ന ആളോട് അദ്ദേഹം കഥ പറഞ്ഞു. In the wine shop, the people who were drinking the wine shopൽ മദ്യം കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് അയാൾ പറഞ്ഞു. ആൻഡ് ടു പേഴ്സൺസ് കമ്മിങ് ഔട്ട് ഓഫ് ചർച്ച് ദ ഫോളോയിങ് സൺഡേ. തൊട്ടടുത്ത ഞായറാഴ്ച പള്ളിയിൽ നിന്ന് വരുന്ന ആളുകളോടും അയാൾ കഥയൊക്കെ പറഞ്ഞു. ഹി സ്റ്റോപ്ഡ് സ്ട്രേഞ്ചേഴ്സ് ടു ടെൽ ദം അബൌട്ട് ഇറ്റ്. അയാൾ സ്ട്രേഞ്ചേഴ്സ്, അപരിചിതരോട് പോലും അവർ നിർത്തിയിട്ട് കാര്യം പറഞ്ഞു. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഹി വാസ് കാം നൗ. അയാൾ ഇപ്പോൾ ശാന്തമായിരുന്നു. ആൻഡ് യെറ്റ് സംതിങ് ഡിസ്റ്റർബ്ഡ് ഹിം. എന്നാലും ചിലത് അയാൾ അസ്വസ്ഥനാക്കി. പീപ്പിൾ ഹാഡ് അയ്യോ ഓഫ് ജോക്കിംഗ് വൈൽ ദേ ലിസൺഡ്. ഈ ആളുകൾ കഥ കേൾക്കുന്ന സമയത്ത് തന്നെ ഇയാളിങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നു.
they did not seem convinced. അവരാരും ഇയാൾ പറഞ്ഞ കാര്യത്തിൽ കൺവിൻസ്ഡ് ആയിരുന്നില്ല. He seemed to feel that remarks were being made behind his back. അവസാനം അയാൾക്ക് മനസ്സിലാവാണ് തൻ്റെ ബാക്കിൽ ഇപ്പോഴും ആ കുറ്റമുണ്ട്, ആളുകൾ ഇപ്പോഴും തന്നെ ഒരു കുറ്റക്കാരനായിട്ടാണ് കാണുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. The next Tuesday, അങ്ങനെ തൊട്ടടുത്ത ചൊവ്വാഴ്ച he went to the market at Gotherville just to discuss the case. ഈ കേസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രം അയാൾ ഗോദർവില്ലയിലെ മാർക്കറ്റിലേക്ക് പോയി. Malendane, standing at his door, began to laugh on seeing him pass. നമ്മുടെ ഹോഷക്ക് നടന്നു പോകുന്നത് കണ്ടപ്പോൾ മാലൻഡീന് അങ്ങനെ ചിരിച്ചു. ഇയാളെ കണ്ട് മാലൻഡീൻ ഇങ്ങനെ ചിരിച്ചു. When he was seated on the table in the tavern, he began to explain the affair. അദ്ദേഹം ആ ടാവേണിൻ്റെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അദ്ദേഹം തൻ്റെ കാര്യം, ആ അഫെയർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് ഈ ഹോഴ്സ് ഡീൽ called out to him, come old fellow, that's an old trick, I know all about your piece of string. അങ്ങനെ ഇരുന്ന ഉടനെ തന്നെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഹോഴ്സ് ഡീൽ, ഒരു കുതിര കച്ചവടക്കാരന് ഉറക്കെ വിളിച്ച് പറയാണ്, കം ഓൾഡ് ഫെല്ലോ, വരൂ ഓൾഡ് ഫെല്ലോ, ദാറ്റ്സ് ആൻ ഓൾഡ് ട്രിക്ക്, ഇതൊക്കെ പഴയ ട്രിക്കല്ലേ, ഐ നോ ഓൾ അബൌട്ട് യുവർ പീസ് ഓഫ് സ്റ്റേ, എനിക്കറിയാം നിങ്ങളുടെ കയറിൻ്റെ സംഭവം ഇല്ലേ, അതൊക്കെ എനിക്കറിയാമെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു. ഹോഷക്കം സ്റ്റാമേഡ്, ഹോഷക്കം ആകെ വിക്കി, സംസാരിക്കാൻ കിട്ടാതെ, വാക്കുകൾ കിട്ടാതെ അയാളിങ്ങനെ വിക്കിക്കൊണ്ടിരുന്നു. ബട്ട് സിൻസ് ദ പോക്കറ്റ് വാസ് ഫൗണ്ട്, പക്ഷേ ആ പോക്കറ്റ് ബുക്ക് കണ്ടെത്തിയ അന്ന് മുതൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പോഴേക്കും ദ അതർ മാൻ റിപ്ലൈഡ്, വേറെ ആൾ പറയാണ്, ഷട്ട് അപ്പ്, മിണ്ടാതിരിക്കുക. There is one that finds, ഒരാളത് കണ്ടെത്തുക, and there is one that reports, വേറെ ഒരാളത് റിപ്പോർട്ട് ചെയ്യുക. At any rate you are mixed up with it. എങ്ങനെ നോക്കിയാലും ഏത് വിധേനയും നിങ്ങൾക്കതിലെന്താണ്, മിക്സപ്ഡ് ആണ്, നിങ്ങൾക്കതിൽ പങ്കുണ്ട് എന്ന് വേറെ ആൾ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കത് ചെറിയ റോൾ ഉണ്ട് എന്ന് വേറെ ആൾ മറുപടി പറഞ്ഞു. The peasants stood choking. അയാളിങ്ങനെ ശ്വാസം മുട്ടിയിട്ട് ഇങ്ങനെ നിന്നു. He understood, അയാൾക്ക് മനസ്സിലായി. They accused him of having the pocket book returned by an accomplice. accomplice എന്ന് പറഞ്ഞാൽ ഒരു കുറ്റകൃത്യത്തിൽ സഹായിക്കുന്ന ആളാണ് accomplice എന്ന് പറയുന്നത് കേട്ടോ. accused മീൻസ് കുറ്റം ആരോപിക്കുക. അപ്പോൾ അവസാനം മനസ്സിലാവാണ്, ആളുകളൊക്കെ തൻ്റെ accomplice റിട്ടേൺ ചെയ്തു എന്നുള്ള രൂപത്തിൽ അക്യൂസ് ചെയ്യുകയാണ്, തൻ്റെ കുറ്റകൃത്യത്തിൽ സഹായിച്ച ആളാണ് കൊണ്ടുപോയി കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ തന്നെ കുറ്റം പറയുകയാണ്, കുറ്റം ആരോപിക്കുകയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. He tried to protest, അയാൾ എതിർക്കാൻ ട്രൈ ചെയ്തു. All the table began to laugh. അവിടെ എല്ലാ ടേബിളുകളും ചിരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ടേബിളിലിരുന്ന എല്ലാ ആളുകളും ചിരിക്കാൻ തുടങ്ങി. He could not finish his dinner. അയാൾക്ക് തൻ്റെ ഡിന്നർ പോലും പൂർണ്ണമായി കഴിക്കാൻ കഴിയാതെ, ഫിനിഷ് ചെയ്യാൻ കഴിയാതെ he went away in the midst of jeers. jeers എന്ന് പറഞ്ഞാൽ പരിഹാസം, കളിയാക്കൽ എന്നാണ്. ആ കളിയാക്കലിൻ്റെ നടുവിലൂടെ അദ്ദേഹം കടന്നു പോയി. he went home ashamed. അയാൾ നാണം കെട്ടിട്ട്, indignant, അല്പം അസ്വസ്ഥതയോടെ, ചോക്കിംഗ് വിത്ത് ആങ്കർ, ദേഷ്യപ്പെട്ടിട്ട് അയാൾ എന്തായി, വീട്ടിലേക്ക് പോയി. ആൻഡ് കൺഫ്യൂഷൻ, അയാൾ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അങ്ങനെ ആകെ കൺഫ്യൂസ്ഡായി ദേഷ്യപ്പെട്ട് അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് പോയി. ഇവിടെ ഇൻഡിഗ്നൻ്റ് എന്നുള്ള വാക്ക് ഓർമ്മ വേണം, ആങ്കർ എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ് ആയി വരുന്നത് കേട്ടോ. ഹിസ് ഇന്നസെൻസ് വാസ് ഇമ്പോസിബിൾ ടു പ്രൂവ്. അയാളുടെ ആ ഇന്നസെൻസ്, നിരപരാധിത്വം പ്രൂവ് ചെയ്യാൻ ഇമ്പോസിബിൾ ആയിരുന്നു, അസാധ്യമായിരുന്നു. ആൻഡ് ഹി വാസ് സ്ട്രിക്കൻ ടു ദ ഹാർട്ട്. അയാൾ മാനസികമായിട്ട് തളർന്നു. സ്ട്രിക്കൻ മീൻസ് അസുഖം ബാധിക്കുക എന്നാണ്, ഇവിടെ തളരുക, വേദനിക്കുക എന്നാണ് മീനിങ് കൊടുക്കാൻ നല്ലത് കേട്ടോ. അയാൾ മാനസികമായി തളരുന്നു. ബൈ ദ ഇൻജസ്റ്റിസ് ഓഫ് സസ്പീഷൻ, അനീതിയോടെ സസ്പീഷൻ, അയാളെ സംശയിക്കുന്നതിൽ അയാൾ മാനസികമായിട്ട് തളർന്നു. തന്നെ സംശയിക്കുന്നത് അനീതിയാണ് എന്നൊക്കെ ആലോചിച്ച് അയാൾ മാനസികമായി വളരെയധികം ഡൗൺ ആയിപ്പോയി. Then he began to recount the adventure again. അയാൾ വീണ്ടും ആ അഡ്വഞ്ചറസ് ആയിട്ട് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. prolonging
ഹിസ്റ്ററി എവറി ഡേ, ഓരോ ദിവസവും തൻ്റെ ദിവസത്തിൽ നടന്ന, തൻ്റെ പാസ്റ്റ് നടന്ന കാര്യം ഓരോ ദിവസം അയാൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആളുകളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈച്ച് ടൈം ഈ ആഡ് ന്യൂ റീസൺസ്, ഓരോ പ്രാവശ്യം പുതിയ പുതിയ കാരണങ്ങൾ, പുതിയ പുതിയ ലോജിക്സ് മൂപ്പർ പറഞ്ഞു. മോർ എനർജറ്റിക് പ്രൊട്ടസ്റ്റേഷൻസ്, വളരെ ഊർജ്ജസ്വലമായിട്ട് അദ്ദേഹം എതിർത്തു. മോ സോലം ഓത്ത്, അയാൾ ദൃഢപ്രതിജ്ഞയെടുത്തു. ഒരു ദൃഢപ്രതിജ്ഞ എടുത്ത് എന്ത് വന്നാലും പിന്മാറില്ല എന്ന് വാശിയോടുകൂടി അയാൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. Those are lying excuses, they said behind his back. പക്ഷേ ആളുകൾ എന്താ പറഞ്ഞത്? എല്ലാം ലൈങ് എക്സ്ക്യൂസസ്, കള്ളം പറയാണ്, ഓരോ കള്ളത്തരമാണ്, എക്സ്ക്യൂസസ് പറയാണ് എന്ന് ആളുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. The people now made him to talk about the string to amuse them. അവർ തമാശയ്ക്ക് കളിയാക്കാൻ വേണ്ടിയിട്ട്, എൻജോയ് ചെയ്യാൻ വേണ്ടി സ്ട്രിങ് എന്ന് പറയാൻ തുടങ്ങി. ആളുകളൊക്കെ അയാളെന്താണ്, കയറിൻ്റെ ആൾ വന്നു എന്നുള്ള രൂപത്തിൽ കളിയാക്കാനും ആസ്വദിക്കാനൊക്കെ തുടങ്ങി. ഹിസ് മൈൻഡ് ടച്ച്ഡ് ടു ദ ഡെപ്ത്, അയാൾ മനസ്സ് ആഴത്തിൽ കൊണ്ടു, മാനസികമായിട്ട് വളരെയധികം തളർന്നു. ബിഗാൻ ടു വീക്കൻ, അയാൾ അവശനായി തുടങ്ങി. ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ഡിസംബർ, അങ്ങനെ ഡിസംബർ മാസം കഴിയാനായപ്പോൾ ഹി ടുക്ക് ടു ഹിസ് ബെഡ്, അയാളെ തൻ്റെ ബെഡിലേക്ക് എടുത്തു. എന്ന് വെച്ചാൽ അയാൾ രോഗിയായി കിടപ്പിലായി. ഹി ഡൈഡ് ദ ഫസ്റ്റ് ഡേയ്സ് ഓഫ് ജനുവരി, അയാൾ ജനുവരിയിൽ ആദ്യ ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയി. ഡിസംബർ ലാസ്റ്റാണ് അയാൾ സുഖമില്ലാതെയാകുന്നത്. ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ അയാൾ മരണപ്പെടുകയാണ്. ആൻഡ് ഇൻ ദ ഡെലീറിയം ഓഫ് ഹിസ് ഡെത്ത്, ഡെലീറിയം എന്നുള്ള വാക്ക് ഒരു പുതിയ വാക്കാണ്. ഡെലീറിയം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. എന്ന് വെച്ചാൽ ഭ്രാന്തമാവുക, ഭ്രാന്ത് എന്നൊക്കെ പറയാമല്ലോ. ദ ഡെലീറിയം ഓഫ് ഹിസ് ഡെത്ത് സ്ട്രഗിൾസ്, ആ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ആ ഒരു ഭ്രാന്തൻ്റെ ഒരു അവസ്ഥയിലും കെപ്റ്റ് ക്ലെയിമിങ് ഹിസ് ഇന്നസെൻസ്, തൻ്റെ നിരപരാധിത്വം അയാൾ ഇങ്ങനെ അവകാശപ്പെട്ടു. റീറ്ററേറ്റിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിക്കുക എന്നാണ്. അതായത് മാനസികമായി തളർന്ന് ഭ്രാന്തനായി ആ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്തും അയാൾ ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തു. എ പീസ് ഓഫ് സ്ട്രിങ്, കയറിൻ്റെ കഷ്ണമാണ്, അതൊരു കയറിൻ്റെ കഷ്ണമാണ്. ലുക്ക് ഹിയർ ഇറ്റ് ഈസ്, ഇവിടെ നോക്കൂ, ഇതാണ് കയറിൻ്റെ കഷ്ണമാണ്. യുവർ ഓണർ ദ മേയർ, ഫസ്റ്റ് ഇയാൾ കുറ്റം ആരോപിക്കുന്ന മേയറാണല്ലോ. മേയർ, ഇത് കയറിൻ്റെ കഷ്ണമാണ് എന്ന് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് പോലും ഒരു ഭ്രാന്തനെ പോലെ അയാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ മാനസികമായി തളർന്ന്, മാനസികമായി ഇല്ലാതെയായി അവസാനം അയാൾ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താൻ ചെയ്യാത്തൊരു കുറ്റത്തിന് ആളുകൾ കുറ്റം ആരോപിക്കുന്നു. അങ്ങനെ അയാൾ നിരപരാധി ആയ ആൾ അവസാനം ഒരു കുറ്റക്കാരനായിട്ട്, കുറ്റാരോപിതനായിട്ട്, ഒരു ഭ്രാന്തനായിട്ട് മരിക്കുന്ന ഒരു ട്രാജഡിയാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. സോ ഇയാളുടെ ഈ മാനസികാവസ്ഥ, ഇയാൾ അനുഭവിച്ചു പോയ ഈ കാര്യങ്ങളിലൂടെ നടന്നിട്ടുള്ള ഒരു ഡയറി അല്ലെങ്കിൽ ഇയാളുടെ ഒരു ക്യാരക്ടർ സ്കെച്ചൊക്കെ നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ മക്കളെ, നിങ്ങൾക്കിതിന് ഷോർട്ട് സമ്മറി വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ എന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആക്ടിവിറ്റീസ് വേണ്ട നോട്ട്സും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു പുതിയ പാഠവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. See you all and thank you.